വലിയ ആരാധനയാ, ഉണർവാ, ഭയങ്കര ഉണർവാ. അതല്ല ഉണർവ്. ഞാൻ മൊസാംബിക്കില് ഒരു ചർച്ചിൽ, അവിടെ എല്ലാം ഈ ഡാൻസാ, പാട്ടും ഡാൻസും ഭയങ്കര. നിങ്ങൾക്കറിയാമല്ലോ, ആഫ്രിക്കക്കാര് അവർക്ക് ഡാൻസ് ഇല്ലാതെ ഒരു പരിപാടിയില്ല, പാട്ടും ഡാൻസും. ഞാനവിടെ ചെന്ന് അവിടെ ഒരു ബിഷപ്പിന്റെ ചർച്ചിൽ ഞാൻ പ്രസംഗിക്കണം, എന്നെ പ്രസംഗിക്കാൻ വിളിച്ചതാ. അതിനു മുമ്പ് അവിടെ ഈ ചർച്ച് കൊയർ വന്നിട്ട് ഇവരെല്ലാവരെ കൊണ്ടും അങ്ങ് ഡാൻസ് ചെയ്യിക്കും. അവർ നിന്ന് ഡാൻസ് ചെയ്യും. അത് ലീഡ് ചെയ്ത ഒരു പെങ്കൊച്ചാ, വലിയൊരു ഹൈ ഹീൽഡ് ഷൂസും ഒക്കെ ഇട്ട് ഡാൻസ് ചെയ്യുന്ന. ഞാൻ തന്നെ വരുണ്ടുപോയി, ഇവളെങ്ങനെ താഴെ വീഴാതെ ഈ ഷൂ ഇട്ടുകൊണ്ട് നടക്കുന്നത്. അങ്ങനെ ഭയങ്കര ഡാൻസും. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ പാട്ടങ്ങോട്ട് വളർന്നു വലുതായി, അല്ലെങ്കിൽ മൂത്ത് വന്നപ്പോഴത്തേക്ക് ഇവള് കരയാൻ തുടങ്ങി. ഇത് മുട്ടുകുത്തി കരഞ്ഞു, നിലത്തങ്ങ് വീണ് കരഞ്ഞു. എല്ലാവരും കരഞ്ഞു കേട്ടോ. ഞാനിത് നോക്കിയിരിക്കുക. അപ്പോൾ ഞാനത് കഴിഞ്ഞ് പ്രസംഗിച്ച് കഴിഞ്ഞിട്ട് ഞാൻ യോഗം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഈ പെങ്കൊച്ച് എൻ്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, മിഷണറി പ്ലീസ് പ്രേ ഫോർ മീ. മിഷണറി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ഫോർ വാട്ട്? എന്തോ കാര്യത്തിനാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രേ ദാറ്റ് ഐ മേ ഗെറ്റ് എ ഹസ്ബൻഡ്. എനിക്കൊരു ഭർത്താവിനെ കിട്ടാൻ പ്രാർത്ഥിക്കണം. ഞാൻ ചോദിച്ചു, ആർ യു നോട്ട് മാരീഡ്? നീ കല്യാണം കഴിച്ചതല്ലേ? കല്യാണം കഴിച്ചതാ, പക്ഷെ എനിക്ക് അവനെ ഇഷ്ടമില്ല, അതുകൊണ്ട് വേറൊരു ഭർത്താവിനെ കിട്ടാൻ പ്രാർത്ഥിക്കണമെന്ന്. വലിയ ആരാധനയാ, ഉണർവാ, ഭയങ്കര ഉണർവാ. അതല്ല ഉണർവ്. ഉണർവ് വിശുദ്ധിയാണ്. അല്ലാതെ കുറെ ആ പാട്ട് പാടുന്നതിനൊന്നും ഞാൻ എതിരൊന്നുമല്ല. പാട്ട് പാടുന്നത് നല്ല കാര്യമാണ്, ഐ ലവ് ഇറ്റ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പാട്ട്. പക്ഷെ വേറെ കാര്യമുണ്ട്, വിശുദ്ധ ജീവിതം ഇല്ലാതെ പാട്ട് പാടിയാൽ ആ പാട്ടുകൊണ്ട് ദൈവം പ്രസാദിക്കത്തില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. വിശുദ്ധ ജീവിതമില്ലാതെ നിങ്ങൾ എത്ര ആരാധിച്ചാലും ആ ആരാധന ദൈവം കണക്കാക്കുന്നില്ല.